പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുലത്തിലെ അംഗമായ പാണനാർ മുറ്റത്ത് വന്നു. ആരാ? എവിടുന്നാ? മേളത്തോൾ ചോദിച്ചു. അടിയൻ പാണനാരാണേ. ഉടുക്കുകൊട്ടി പാടി നടക്കലാണേ ജോലി. പിന്നെന്താ പാടാത്തത്? പാടാമേ, ഇങ്ങോട്ട് കയറിക്കോളൂ. ഈ നടപ്പടിയിലിരുന്ന് പാടിക്കോളൂ. പാണനാർ ഉമ്മറത്തേക്ക് കയറുന്ന കൽപ്പടിയിലിരുന്നു. പാടി. ഉടുക്കും കൊട്ടി. പാണനാർ പാട്ട് നിർത്തി. ചപ്രത്തലമുടി വലത് കൈകൊണ്ട് മേലോട്ടൊഴിഞ്ഞു. അഗ്നിഹോത്രി പാണനാരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നാറാണത്തിൻ്റെ ഛായയുണ്ട് ഈ മനുഷ്യന്. ഉളിയന്നൂർ പെരുന്തച്ഛൻ്റെ ഛായയുണ്ട് ഈ മനുഷ്യന്. എന്തെന്നില്ലാത്ത അടുപ്പം തോന്നുന്നു. പെട്ടെന്ന് അഗ്നിഹോത്രി ചോദിച്ചു, പാണനാർ ഊണ് കഴിച്ചോ? പാണനാർ ചിരിച്ചു. അടിയൻ ഇത്ര നേരം പാടിയിട്ടും തമ്പുരാന് മനസ്സിലായില്ലേ? കഷ്ടായി. അഗ്നിഹോത്രിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. മനസ്സിലായി. ദാ കിണ്ടിന്ന് വെള്ളം എടുത്ത് മുഖം കഴുകൂ. ഉമ്മറത്ത് തന്നെ അങ്ങോട്ട് ഉണ്ണാനിരുന്നോളൂ കേട്ടോ പാണനാരെ. പാണനാർ ഉണ്ണാനിരുന്നു. നങ്ങേലി, ഒരില ഇങ്ങോട്ട് എടുത്തോളൂ. പാണനാർ ഉണ്ണാനിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അന്തർജനം ഉമ്മറത്തേക്ക് വന്നു. പാണനാരെ കണ്ടു. പാറിപ്പറക്കുന്ന തലമുടി, നീണ്ടു കറുത്ത താടി, കീറിപ്പറഞ്ഞ വസ്ത്രം. പാണനാരുടെ മുഖത്ത് പ്രസരിച്ചിരുന്ന പ്രകാശം മാത്രം അവർ കണ്ടില്ല. വേഗം ഇല വയ്ക്കൂ, അഗ്നിഹോത്രി പറഞ്ഞു. ഇല എത്തിയില്ല. നിമിഷങ്ങൾ നീങ്ങി. ഇല എത്തുന്നില്ല. പെട്ടെന്ന് അഗ്നിഹോത്രി എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ഇലയുമായി എത്തി. ഇല പാണനാരുടെ മുന്നിൽ വെച്ചു. ചോറ് വിളമ്പാൻ ഭാവമുണ്ടോ? അഗ്നിഹോത്രിയുടെ ശബ്ദം ഉച്ചത്തിലായി. അന്തർജനം കറുത്ത മുഖവുമായി വന്നു. ഇലയിൽ ചോറ് വിളമ്പി. പാണനാർ ചോറ് മുഴുവൻ ഒരു നിമിഷം കൊണ്ടകത്താക്കി. എന്താ നോക്കി നിൽക്കണത്? ഇലയിൽ ചോറ് കഴിഞ്ഞത് കണ്ടില്ലേ? വേഗം കൊണ്ടുവരൂ, അഗ്നിഹോത്രി പറഞ്ഞു. അന്തർജനം ചോറും കറികളുമായി തിരിച്ചെത്തി വിളമ്പി. ഒരു നിമിഷം കൊണ്ട് ഇല കാലിയായി. അന്തർജനം ചോറ്റുചെമ്പ് അങ്ങനെ തന്നെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു. ഇതെത്ര നാരായ അരിയുടെ ചോറ് കാണും? പാണനാർ. 2 നാരായം അരിയുടെ ചോറ് കാണും, അന്തർജനം പറഞ്ഞു. ഒരാൾക്ക് ഏറിയാൽ 2 നാഴി അരി ചോറിലധികം ഉണ്ണാൻ പറ്റില്ല. ഈ മനുഷ്യൻ 4 നാഴി അരി ചോറുണ്ട് കഴിഞ്ഞു. വിളമ്പിക്കോളൂ. ചോറ് അങ്ങനെ തന്നെ ഇലയിൽ ചൊരിഞ്ഞു അന്തർജനം. ഒരു ചോറിൻ്റെ കൂമ്പാരം. കറികൾ ഒഴിച്ചോളൂ. ഇല കാലിയായി. അന്തർജനം അന്തം വിട്ടുനിന്നു. അഗ്നിഹോത്രി അമ്പരന്നു. അടിയന് വിശപ്പ് മാറിയില്ല, പാണനാർ അറിയിച്ചു. അഗ്നിഹോത്രി ചോറ്റുപാത്രത്തിലേക്ക് നോക്കി. 5-6 വറ്റുണ്ട് അതിൽ കിടക്കുന്നു. വലത്തെ കൈകൊണ്ട് അദ്ദേഹം ആ ചോറ് വറ്റ് വടിച്ചെടുത്തു. വായി പൊളിക്കൂ പാണനാരെ, അഗ്നിഹോത്രി പറഞ്ഞു. പാണനാർ വാ പൊളിച്ചു. അഗ്നിഹോത്രി ആ ചോറുവറ്റ് പാണനാരുടെ വായിലിട്ടു. നൊട്ടി നുണഞ്ഞുകൊണ്ട് പാണനാർ അതകത്താക്കി. പെട്ടെന്ന് അദ്ദേഹത്തിൽ നിന്നും ഒരു ഏമ്പക്കം പുറപ്പെട്ടു. സംതൃപ്തിയിൽ പൊതിഞ്ഞ ഏമ്പക്കം. അടിയൻ വിചാരിച്ചു, മേളത്തോൾ മനക്കിൽ ഒരു പാണൻ്റെ വയറ് നിറയ്ക്കാനുള്ള കോപ്പില്ലാന്ന്. ഇപ്പോൾ അടിയൻ്റെ വയറ് നിറഞ്ഞു, സന്തോഷമായി. പാണനാർ ഇല കയ്യിലെടുത്ത് എഴുന്നേറ്റു. അഗ്നിഹോത്രി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അവർ തലയും താഴ്ത്തി അകത്തേക്ക് നടന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി. ഹൈ ഹൈ